പിതാവിൻ്റെ ഓർമ്മകളും നിറഞ്ഞു നിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ 4 ലൈൻ വന്ന ശേഷം ഞാൻ ഈ റോഡിൽ കൂടെ എപ്പോഴും കടന്നു ചെല്ലുമ്പോൾ ആ ചാണി എന്നുള്ള ബോർഡ് കാണും. അന്നേരമൊക്കെ ഞാൻ പിതാവിനെ ഓർക്കും. കാരണം പിതാവിൻ്റെ വീട് ഇരുന്ന സ്ഥലം ചാണി എന്നാണ്. പിതാവിൻ്റെ കുടുംബ വീട് ഇരുന്ന സ്ഥലം ചാണിയാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്നതും ഞങ്ങൾക്ക് പിതാവിനെ ഓർക്കാനും പിതാവിൻ്റെ ചിന്തകളെ മനസ്സിലാക്കുവാനുമുള്ള ഒരു അവസരമായിട്ട് ഞാൻ കരുതുകയാണ്. അബ്ദുവിന്റെ പിതാവിൻ്റെ ചിന്തകൾ അന്നും അത് അന്നത്തെ കാലത്തിന് അനുസൃതമായ ചിന്തകളാണ്, അല്ലെങ്കിൽ ശുശ്രൂഷകളാണ് പിതാവ് ശുശ്രൂഷ നടത്തുവാനാണ് പരിശ്രമിച്ചത്. ആ ശുശ്രൂഷകൾക്ക് എന്നും പ്രത്യേകമായിട്ടുള്ള അർത്ഥമുണ്ട്. അഭിമന്യ പിതാവ് സുവിശേഷ സന്ദേശത്തിൽ പിതാവിൻ്റെ ശ്വാസം എന്ന് പറയുന്നത് മിഷനായിരുന്നു എന്ന് പറയും. ഞാൻ വിചാരിക്കുന്നു അഭിമന്യ പിതാവ് 2 ലങ്സിലൂടെയും ശ്വസിച്ചിരുന്നു. ഒന്ന് സുവിശേഷ പ്രവർത്തനമാണെങ്കിൽ മറ്റൊന്ന് ആരോഗ്യമായിരുന്നു. ഇത് രണ്ടും ചേർന്നാണ് പിതാവ് ശ്വസിച്ചുകൊണ്ടിരുന്നത്, ജീവനായിട്ട് കരുതി. ഞാൻ ഓർക്കുകയായിരുന്നു, അന്ന് പിതാവ് സ്ത്രീകളുടെ ആരോഗ്യം, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, ഇതിനെക്കുറിച്ചായിരുന്നു കൂടുതൽ ഉറയിലായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ലോകത്ത് നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യമാണ്, അന്ന് ശാരീരികമായിട്ടുള്ള ആരോഗ്യക്കുറവാണ് കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് മാനസിക ആരോഗ്യക്കുറവാണ് ഉണ്ടായിരിക്കുന്നത്. മയക്കുമരുന്നുകളുടെയും അതുപോലെ തന്നെ ആൽക്കഹോളിസത്തിൻ്റെയും ഫലമായിട്ട് ഇന്ന് കുടുംബങ്ങളിൽ പോലും സന്തോഷമില്ല, ആനന്ദമില്ല. അപ്പൊ അതിന് പിതാവ് ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നിങ്ങൾ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക. നമ്മുടെ ആധ്യാത്മിക ജീവിതം പള്ളിയുമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാകരുത്, നമ്മുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. കുടുംബങ്ങളെ നവീകരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സമൂഹവും ഐശ്വര്യമുള്ളതായി തീരും. പിതാവിൻ്റെ ഓർമ്മ നമുക്ക് അതിനെ സഹായിക്കട്ടെ. പിതാവിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം 2024 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സിലെ ഇയർ ഓഫ് ദ വേർഡ് എന്ന ഒരു വാക്ക് അവർ സ്വീകരിച്ചു. അതിൻ്റെ ആ വാക്ക് ബ്രെയിൻ റോട്ട് എന്നാണ്. ഇംഗ്ലീഷിൽ നേരത്തെ ഉണ്ടായിരുന്ന വാക്ക് തന്നെയാണ്. 1884 അമേരിക്കക്കാരനായ ഒരു വലിയ കവിയാണ് ആ വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ തമിഴിൽ അതിനെ മനനല ചിതൈവ് എന്ന് പറയും. മലയാളത്തിൽ എനിക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യക്കുറവ് എന്ന് നമുക്ക് ഞാൻ തർജ്ജമ ചെയ്യുകയാണ്. ബ്രെയിൻ റോട്ട് എന്നാണ് ഞാൻ പറയുന്നത്. പിതാവിനോട് ചോദിച്ചാൽ വളരെ നല്ല വാക്ക് പറഞ്ഞു. ബ്രെയിൻ റോട്ട് ക്ഷയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാനസിക ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ചു പോകുന്ന അവസ്ഥയാണ്. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അന്ന് അബ്രഹാം പിതാവ് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമില്ല, അതിനെക്കുറിച്ച് പറഞ്ഞു. സ്ത്രീകൾക്ക് ആവശ്യത്തിനുള്ള ആരോഗ്യമില്ല, അതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇന്ന് നമ്മൾ പിതാവിനെ ഓർക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിന് മാനസിക ആരോഗ്യമില്ലാത്തതിനെ കുറിച്ച്. അപ്പൊ ഈ പിതാവിന്റെ ഓർമ്മ നമുക്ക് ശക്തി നൽകട്ടെ. അത് ഒരു ആത്മീയ ശക്തി നമുക്ക് നൽകുന്നതാണ്. പിതാവിന്റെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അനുഭവമാകുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഇവിടെ വരുന്നതിനും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നതിനും നിങ്ങൾ പരിശ്രമിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. ഈ ഇടവകയിലെ കൂട്ടായ്മയെ ഈ വിശുദ്ധ കുർബാന ക്രമീകരിക്കുകയും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് MCAയിലെ ഭാരവാഹികളെയും ബഹുമാനപ്പെട്ട കൊടിയാട്ടുവിള അച്ഛനെയും ഒറ്റപ്പുരയിടം അച്ഛനെ ഒറ്റപ്പുരയിടം അച്ഛനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈ ഇടവകയുടെ വികാരി ഫാദർ അനീഷ ആൻഡ് സക്കറിയ 2 അച്ഛന്മാരെയും സഹായിച്ച എല്ലാവരെയും പ്രത്യേകമായി ഓർക്കുന്നു. MCAയുടെ ഭാരവാഹികൾ മാർത്താണ്ഡത്തിനും ഇവിടെ നിന്ന് വന്ന് കുർബാനയെ സംബന്ധിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുള്ള നന്ദി അർപ്പിക്കുന്നു. മാർത്താണ്ഡത്തിന്റെ MCAയുടെ ഡയറക്ടർ ഫാദർ അർണോൺ ഡയസിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മാർത്താണ്ഡ രൂപതയിലെ MCAയുടെ ഭാരവാഹികൾ, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് നമുക്ക് ഇവിടുന്ന് വാഹനത്തിൽ നമ്മൾ പിൻകുളം വരെ പോകും. അവിടെ
ശരീരം സ്ഥിതി ചെയ്യുന്ന കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പദയാത്രയായിട്ട് പോവുകയാണ്. എല്ലാവർക്കും അഭിനന്ദ പിതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് പ്രത്യേക തിരക്കുള്ള മറ്റൊരു പിതാവ് ഈ ദിവസം പ്രത്യേകമായിട്ട് ഓർത്ത് ഇന്ന് വന്ന് നമുക്ക് നല്ലൊരു സന്ദേശവും നൽകി അനുഗ്രഹിച്ചതിന് പിതാവിന് പ്രത്യേകമായിട്ട് ഹൃദയമായ നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി